ഇത്രയും ദിവസം ഞാൻ പല കാര്യങ്ങളിലും CPM അനുകൂലമായിട്ട് വീഡിയോ ചെയ്ത ഒരാളാണ്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ടത് CPM ചെയ്തിട്ടുള്ളൊരു ചതിയെക്കുറിച്ചാണ്. ആ ചതി ചെയ്തത് മറ്റാരോടുമല്ല, കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രാജു പി നായരോടാണ്. അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാനിരുന്നതാണ്. നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ട് അദ്ദേഹം മത്സരിച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധു സജി നടത്തുന്ന ഡിബേറ്റ് വിത്ത് മാധു സജി, അതുപോലെ ഡിബേറ്റ് വിത്ത് സ്മൃതി വരുത്തിക്കാട് എന്ന് പറയുന്ന സ്ഥിരമായി നടത്തിക്കൊണ്ടിരുന്ന ചാനൽ ഡിബേറ്റ് ഉണ്ട്. അപ്പോൾ ഓരോ ദിവസം മാറി മാറി സ്മൃതിയും അതുപോലെ തന്നെ മാധുവുമാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ മാധുവിൻ്റെ ഡിബേറ്റായിരുന്നു. ആ മാധുവിൻ്റെ ഡിബേറ്റിലിരുന്നു കൊണ്ട് അദ്ദേഹം ഒരു ബോംബ് പൊട്ടിച്ചു. അത് ഏതാണ്ട് ഡിബേറ്റ് അവസാനിക്കാറാകുമ്പോൾ അദ്ദേഹം പൊട്ടിച്ച ബോംബെന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞത് CPMൻ്റെ സെൻട്രൽ കമ്മിറ്റി, അതായത് CPMൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റി തന്നെ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് കൊടുത്തുകൊണ്ട് തുക പിരിച്ചിട്ടുണ്ടെന്നും ആ പിരിച്ച തുക എവിടെ എന്നുമാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ചോദിച്ചപ്പോൾ ആ ചർച്ചയിലിരുന്നത് KS അരുൺകുമാറാണ്, അഡ്വക്കേറ്റ് അരുൺകുമാറാണ്, എറണാകുളത്ത് നിന്നുള്ള. അതുപോലെ മാധു സജി ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ പലരും ഉണ്ടായിരുന്നു. പക്ഷേ വയനാട് പുനരധിവാസ ഫണ്ട് മേടിച്ച് അത് പിരിച്ചിട്ട് അതിൻ്റെ കണക്കുമില്ല, ആപ്പുമില്ല, ഒരു കോപ്പുമില്ല എന്ന് പറയാവുന്ന ഒരവസ്ഥയിലാണ് കോൺഗ്രസ് നിൽക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ട് ഇവരെ ശവന്തൂക്കികൾ എന്ന് പറയുന്നൊരു പേരിട്ട് വിളിച്ചിരുന്നു. ഈ ശവന്തൂക്കികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വയം സ്വരാജ് നടത്തിയിട്ടുള്ള ഒരു പ്രയോഗമാണ്. അതായത് കള്ളന്മാരുടെ ഇടക്ക് പോലും ഒരു മാന്യതയുണ്ടെന്നും അവരൊരിക്കലും ശവങ്ങളുടെ കയ്യിൽ നിന്ന് മോഷ്ടിക്കാറില്ലെന്നും, പക്ഷേ ശവങ്ങളുടെ കയ്യിൽ നിന്ന് മരിച്ചു കഴിഞ്ഞ ആളുകളുടെ കയ്യിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന അല്ലെങ്കിൽ ആഭരണങ്ങളൊക്കെ മോഷ്ടിക്കുന്ന ആളുകളെ ശവന്തൂക്കികൾ എന്നാണ് വിളിക്കുന്നതെന്നും, കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ വലിയ ദുരന്തബാധിതരുടെ പേര് പറഞ്ഞ് കണ്ണീരും കയ്യും കാണിച്ച് പിരിച്ച കാശ് എടുത്തുകൊണ്ട് പോയതിന് ശവന്തൂക്കികളെക്കാൾ കഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എം സ്വരാജ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ തന്നെ ആ ചർച്ചയിൽ വലിയ വാചകമായിട്ട് വന്നിരുന്നു. പക്ഷെ അപ്പോഴാണ് ഒരു പിടിവള്ളി കിട്ടി എന്നുള്ള നിലക്ക് ഈ പറയുന്ന പോലെ രാജു പി നായർ ഇത് ചോദിച്ചത്. അപ്പോൾ രാജു പി നായർ ചോദിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ എനിക്കടക്കം ആർക്കും തന്നെ അങ്ങനെ ഒരു ഫണ്ട് പിരിച്ചതായിട്ട് അറിയില്ലായിരുന്നു. പക്ഷെ അത് കേന്ദ്ര കമ്മിറ്റി സാധാരണ ചെയ്യുന്നൊരു കാര്യമാണ്. അവർ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടായാൽ, എന്തെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ ഫണ്ട് പിരിക്കുകയും ആ ഫണ്ട് ഏത് അക്കൗണ്ടുകളിലേക്കാണോ ആ അക്കൗണ്ടുകളിലേക്ക് കൊടുക്കുകയും ചെയ്യാറുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. തമിഴ്നാട് ഘടകം അതുപോലെ 10 ലക്ഷം രൂപ തന്നിരുന്നു. അതുപോലെ കേരളത്തിൻ്റെ കേരള ഘടകം 25 ലക്ഷം രൂപ ആദ്യം തന്നെ കൊടുത്തിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ രാജു പി നായർ ഈ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അരുൺകുമാറിന് പോലും പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റിയില്ല. കാരണം അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു കാര്യത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് വെരിഫൈ ചെയ്യാൻ സമയം വേണമെന്ന് പറഞ്ഞു. പക്ഷേ അതിനിടയിൽ മാധുവും ചെറിയൊരു ട്രിക്ക് കാണിച്ചു. നിങ്ങൾക്കൊന്ന് വെരിഫൈ ചെയ്ത് ഇപ്പോൾ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിരിക്കുന്ന സ്ഥലത്ത് ആ ലിങ്ക് മാധു അയച്ചു തന്നത് ഓപ്പൺ ആവുന്നില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ മാധുവുമൊക്കെ ലിങ്ക് ഓപ്പൺ ആകാത്തത് കുറച്ച് അതിശയോക്തിപരമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കി. അപ്പോൾ ഈ രാജു പി നായർ എന്താ വിശ്വസിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ രാജു പി നായർ കോൺഗ്രസ്സിലാണ് വർക്ക് ചെയ്യുന്നത്. കോൺഗ്രസ്സിൽ ഇങ്ങനെ പിരിവൊക്കെ നടത്തിയാലും ആരും തന്നെ അത് കറക്റ്റായിട്ട് അക്കൗണ്ട് ചെയ്യപ്പെടാറില്ല, കണക്കുകളൊന്നും കൃത്യമായിട്ട് കൊടുക്കാറില്ല, മിക്കവാറും ദുരന്ത ബാധിതർക്കൊന്നും കിട്ടാറില്ല, അതൊക്കെ അടിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 2018 ഒരു പ്രളയം വന്നപ്പോൾ 1000 വീടുകൾ പണിത് കൊടുക്കും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 1000 വീടുകൾ ആദ്യമേ തന്നെ പണിത് കൊടുക്കുമെന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്തുകയും പിന്നീട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വന്നപ്പോഴേക്കും 1000 ഇല്ല, പകരം ഞാൻ 500 വീടുകൾ പണിത് കൊടുക്കാമെന്ന് പറയുകയും പിന്നീട് അതിൻ്റെ പുറകിൽ തന്നെ ഏതാണ്ട് 16 കോടി രൂപയുടെ വലിയ ആരോപണങ്ങളും ഒക്കെ, ഈ കാശൊക്കെ കട്ടെടുത്തു എന്ന് പറയുന്ന പല ആരോപണങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോയി. വീടൊന്നും എന്തായാലും പണിതില്ല, അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഈ പറയുന്ന കാര്യമൊക്കെ രാജു പി നായർ വിചാരിച്ചു സ്വന്തം പാർട്ടിയെ പോലെ തന്നെയാണ് മറ്റു പാർട്ടികളും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാശ് പിരിച്ചിട്ടുണ്ടെങ്കിൽ അവർ മുക്കിയിട്ടുണ്ടാവും, അല്ലാതെ ആരാണ് കാശ് കൃത്യമായിട്ട് കൊടുക്കാൻ പോകുന്നത് എന്നാണ് പാവൻ രാജു പി നായർ വിചാരിച്ചത്. പക്ഷെ അവിടെയാണ് ഒരു വലിയ ചതി നടന്നത്. ആ ചതി എന്ന് പറയുന്നത് CPMൻ്റെ സെൻട്രൽ കമ്മിറ്റി എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡേറ്റ് ഇതാണെന്നാണ് എൻ്റെ ഓർമ്മ, മാർച്ച് 23, 2025 തന്നെ കൃത്യമായിട്ട്, അതായത് അവർ എവിടെയെങ്കിലുമൊക്കെ ഫണ്ട് പിരിക്കാറുണ്ടെന്നും ആ ഫണ്ട് പിരിച്ചാൽ 2 മാസത്തിനകം ആ പണം കയ്യിൽ വെക്കാറില്ല, 2 മാസത്തിനകം അക്കൗണ്ടിലേക്ക് കൈമാറും. അപ്പോൾ CMDRFലേക്ക്, അതായത് ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിലേക്ക് അവർ 92 ലക്ഷം രൂപ കൈമാറി. ഈ 92 ലക്ഷം രൂപ കൈമാറി എന്ന് പറയുന്ന കണക്കുകൾ മീറ്റ് ദ എഡിറ്റേഴ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അതായത് കേവലം അരമണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ ആ കണക്കുകളൊക്കെ തന്നെ പുറത്തു വന്നു. അത് CMDRFലേക്ക് കിട്ടിയതിൻ്റെ നമ്പർ അടക്കമുള്ള രേഖകളൊക്കെ തന്നെ പുറത്തേക്ക് വന്നു. അപ്പോൾ തന്നെ ആകെ പണി കിട്ടി എന്നുള്ളത് രാജു പി നായർക്ക് മനസ്സിലായി. പക്ഷേ രാജു പി നായർ വീട്ടിലിരുന്ന് ദുഃഖിക്കുന്നുണ്ടാവും. ഇവരൊക്കെ എന്തൊരു വൃത്തികെട്ട പാർട്ടികളാണ്, പണം പിരിക്കുന്നത് കുഴപ്പമില്ല, പക്ഷേ അത് സ്വന്തം പോക്കറ്റിലേക്ക് എടുക്കാതെ കൃത്യമായിട്ട് CMDRFലേക്ക് കൊടുക്കുമോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടോ എന്ന് പറയുന്ന അതിശയം പുള്ളിക്ക് ഇന്നലെയും വിട്ടുമാറിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഇതിനേക്കാൾ രാജു പി നായരെ ഞെട്ടിച്ചൊരു സംഭവം ഉണ്ടായി. ഇനി 92 ലക്ഷം രൂപ പോട്ടെ, കാരണം അത് കൊടുത്തുപോയി എന്ന് വിചാരിക്കാം. അപ്പോൾ 92 ലക്ഷം രൂപ കൊടുത്തത് മാത്രമല്ല, അടുത്ത കുറച്ച് മാസങ്ങളായിട്ട് ഏതാണ്ട് 99,000 രൂപയും കൂടി അതിനകത്തേക്ക് വന്നിരുന്നു. വെറും 99,000 രൂപ. രാജു പി നായരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ വെറും 99,000 രൂപ. അപ്പോൾ ആ 99,000 രൂപ എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതും ഇതുപോലെ 2 മാസം കഴിഞ്ഞ് ഏപ്രിൽ മെയ് കഴിയുമ്പോഴേക്കും 2 മാസം കഴിയുമ്പോഴേക്കും കൃത്യമായിട്ട് ആ 99,000 രൂപയും കൂടി ഒന്ന് കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്ര വലിയ മോശം CPM ഒക്കെ കാണിക്കാമോ? അതായത് കേന്ദ്ര കമ്മിറ്റി കൃത്യമായി ഫണ്ട് പിരിക്കുകയും ആ ഫണ്ട് പിരിച്ചത് 2 മാസം കൂടുമ്പോൾ ആ ഫണ്ടിലേക്ക് കൃത്യമായിട്ട് വരുന്ന പണം അവരെന്ത് ചെയ്യുകയും ചെയ്തു, അത് കൈമാറുകയും ചെയ്തു. ഇത് ഞാൻ ഇന്നലെ ഈ വാർത്ത, ഈ ഡിബേറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയതാണ്, ഈ ചോദ്യം തന്നെ എന്തൊരു അബദ്ധമായി പോയിന്ന്. കാരണം ഇത് സ്വന്തം കാലിൽ വെടിവെക്കുന്നൊരു പണിയാണല്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വായിൽ തന്നെ ഒരു ഗുണ്ടിട്ട് പൊട്ടിക്കുന്ന പണിയാണല്ലോ രാജു പി നായർ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിച്ചാണ്. അതിൻ്റെ കാരണം എനിക്കിത് അറിയാൻ പാടില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വളരെ കൃത്യമായിട്ട് ഇവരുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെയൊക്കെ തന്നെ വെബ്സൈറ്റ് എടുത്ത് നോക്കുകയും ആ വെബ്സൈറ്റിൽ ഇത്തരത്തിലുള്ള ഒരു അറിയിപ്പ് കിടക്കുന്നതായിട്ടും ഞാൻ കണ്ടിരുന്നു. പക്ഷേ ആ അറിയിപ്പ് മുഴുവനായി ഞാൻ വായിച്ചു നോക്കിയപ്പോൾ നിങ്ങൾ അറിയേണ്ടത് അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇത് ഈ പണം അയക്കുമ്പോൾ ആ പണം അയക്കുന്നത് കൃത്യമായി രേഖപ്പെടുത്തണം, ഇത് വയനാട് റിലീഫ് ഫണ്ടിലേക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നൊരു കാര്യം നിങ്ങൾ രേഖപ്പെടുത്തണമെന്നും, കൂടാതെ അത് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റിക്ക് നിങ്ങൾ അതിൻ്റെ റെസിപ്റ്റും ഡീറ്റെയിൽസും വെച്ചുകൊണ്ടൊരു മെയിൽ കൂടി അയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ ഉദ്ദേശമുള്ളവർ മാത്രമല്ല അങ്ങനെ പറയുള്ളൂ. കാരണം വെച്ചാൽ കൃത്യമായൊരു മെയിൽ അയക്കുമ്പോൾ അതുകൂടി ഒരു രേഖയാണ്. അപ്പോൾ അതുകൊണ്ട് അത് കൊടുക്കാൻ തീർച്ചയായിട്ടും ഈ പറയുന്ന CM ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള CMDRFലേക്ക്, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പണമാണ് എന്നുള്ളത് എഴുത്ത് കാണുമ്പോൾ തന്നെ ആർക്കും അറിയാം. പക്ഷേ രാജു പി നായർക്ക് പറ്റിയ അമളി എന്ന് പറയുന്നത്, അത് ഇന്നലെ ആൻഡോ അഗസ്റ്റിൻ വളരെ വൃത്തിക്ക് പറഞ്ഞു. കാരണം സാധാരണ പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ അത് പിടുങ്ങുന്ന പതിവാണുള്ളത്. ആരും ഇങ്ങനെ കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കാൻ മാത്രം വിഡ്ഢികളാണോ CPMക്കാരെന്നൊക്കെ അവർ വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് സ്വന്തം ശീലം അതായതുകൊണ്ടാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ എനിക്ക് CPMനോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്ത് വലിയ തെറ്റായിപ്പോയി എന്നാണ്. രാജു പി നായരെ പോലെയുള്ള ആളുകൾ അത്ഭുത പരതന്ത്രരായിട്ട് ഈ പറഞ്ഞ പോലെ പാഞ്ഞു നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ ആ ചർച്ചയുടെ ഏറ്റവും ഒടുവിൽ ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ ആവേശഭരിതനായി ശവം തൂക്കികൾ നിങ്ങളല്ലേ CPMക്കാരെ, നിങ്ങൾ പിരിച്ച പണം എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്ക് ഈ പറയുന്ന പോലെ എന്തില്ല, ഒരു മറുപടികളും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ യഥാർത്ഥത്തിൽ CPM ചെയ്ത ഏറ്റവും വലിയ ചതി എന്ന് പറയുന്നത് 92,99,000 രൂപ കിട്ടിയപ്പോൾ ആ 92 ലക്ഷം രൂപയും പിന്നെ 99,000 രൂപയും കൂടി കൊടുത്തിട്ട് രാജു പി നായരെയൊക്കെ വിഷമിപ്പിക്കരുതായിരുന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര സിംഹങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. CPMൻ്റെ ഒരു ഏരിയ സെക്രട്ടറിയോ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ ഓമനക്കുട്ടനോ ഒക്കെ 40 രൂപയോ 50 രൂപയോ ഒക്കെ മേടിച്ചാൽ അത് തീർച്ചയായിട്ടും നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതിലൊന്നും സംശയമില്ല. ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ പറയുന്ന പോലെ 5 ലക്ഷം രൂപ ഏരിയ സെക്രട്ടറി ഒരു രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്, ഒരു സംശയമില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു KPCC സംസ്ഥാന കമ്മിറ്റി തന്നെ, കോൺഗ്രസിൻ്റെ ഈ പറഞ്ഞ പോലെ സംസ്ഥാന നേതൃത്വം തന്നെ ഇത്തരത്തിലൊരു പണപ്പിരിവ് നടത്തുകയും അവർ തന്നെ ഇത് അടിച്ചു മാറ്റുകയും അല്ലെങ്കിൽ പണത്തിൻ്റെ കണക്ക് പോലും പറയാതിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം മോശപ്പെട്ട കാര്യമാണ്. അത് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് എന്തുകൊണ്ടാണ് ചർച്ചയാകാത്തത് എന്നുള്ളത് കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ ചോദിച്ചിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുള്ളത്, ഇതിൽ 1-2 മാധ്യമ പ്രവർത്തകർ, ഒന്ന് പറയുന്നതിൽ വിഷമമുണ്ട്, ഒന്ന് ഹാഷ്മി താജ് ഇബ്രാഹിമാണ്. അദ്ദേഹം പറയുന്നത്, ഈ പറയുന്ന ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് 24 ന്യൂസിൽ എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ചോദിച്ചത്, ഈ മുഖ്യമന്ത്രി VD സതീശൻ്റെയും അതുപോലെ തന്നെ സണ്ണി ജോസഫ് സാറിൻ്റെയും ഒക്കെ തന്നെ അക്കൗണ്ട്, ഇവർ രണ്ടുപേരുടെയും കൂടി ജോയിൻ്റ് അക്കൗണ്ടിലാണ് ഈ പണം നിക്ഷേപിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ ജോയിൻ്റ് അക്കൗണ്ട് എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുള്ള രേഖകളിൽ കാണിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിം ചോദിച്ചിട്ടുള്ളത്, അങ്ങനെ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ CMDRF ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ അഫിഡവിറ്റിൽ ചോദിക്കാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചിരിക്കാതെ എനിക്കിത് പറയാൻ പറ്റത്തില്ല. ഇത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസാണ് കൊടുക്കുന്നത്, അവരുടെ വ്യക്തിപരമായ രീതിയിലുള്ളതാണ്. അല്ലാതെ CMDRFോ ഇനി കേരള ഗവൺമെൻറ് അക്കൗണ്ടുകളൊക്കെ ധനമന്ത്രിയുടെ സത്യവാങ്മൂലത്തിലൊന്നും കാണിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ശ്രീകണ്ഠൻ നായരൊക്കെ രാത്രി എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴെങ്കിലും ഹാഷ്മി താജ് ഇബ്രാഹിമിന് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇനി ഇത് കൂടാതെ യഥാർത്ഥത്തിൽ മറ്റൊരു കാര്യം കൂടി പറയാതിരിക്കാൻ വയ്യ. എനിക്ക് വളരെ ബഹുമാനവും സ്നേഹവും ഒക്കെ ഉള്ള ഒരാളാണ് സ്മൃതി പരുത്തിക്കാട്. പക്ഷേ സ്മൃതി ഇരുന്ന് കഴിഞ്ഞ ദിവസം ഒരു ന്യായീകരണം നടത്തുന്നത് ഞാൻ കണ്ടു. അതും എന്നെ അമ്പരപ്പിച്ചു. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത്, സ്മൃതി പറയുന്നത്, ഈ പറയുന്ന പോലെ VD സതീശൻ വിളക്ക് കത്തിച്ചത് ഗുരുജി ഗോൾവാൾക്കറുടെ ചിത്രത്തിൻ്റെ മുന്നിലല്ല, പകരം VD സതീശൻ ഒരു വിളക്ക് കത്തിച്ചു. ആ വിളക്ക് കത്തിച്ചപ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിത്രം അതിൻ്റെ പുറകിലായി പോയതാണ്, അതായത് ആരോ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചതാണ് എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ തമാശ തോന്നുന്നത്,
വൈറ്റ്ലയിൽ ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ ഒരു പന്തൽ കെട്ടിയിരുന്നു. ആ പന്തൽ കെട്ടിയപ്പോൾ കെട്ടാൻ വേണ്ടി ഏൽപ്പിച്ചത് ഉണ്ണി എന്ന് പറയുന്ന ഒരാളെയാണ്. അദ്ദേഹം പന്തൽ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം, അതായത് ഒരു പൊതുസമ്മേളനം നടത്താനുള്ള സ്റ്റേജ് കിട്ടുമ്പോൾ വെറുതെ നമ്മൾ താഴെ വേറെ സ്റ്റേജൊന്നുമില്ല, ഒരു 4 കമ്പിട്ടിട്ട് എന്ത് ചെയ്യുന്നു, മുകളിൽ ഈ പറഞ്ഞ പോലെ ഒരു പടുത വിരിച്ച്, അതായത് ഒരു ടാർപോളിൻ വിരിച്ച് കെട്ടിയിരിക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ കെട്ടിയെല്ലാം കഴിഞ്ഞിട്ടാണ് നോക്കുമ്പോൾ, പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ വന്ന് നോക്കുമ്പോൾ കാണുന്നത് നടുക്കായിട്ടൊരു മരം ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ പുള്ളി ചോദിച്ചൊരു ചോദ്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഉണ്ണിച്ചേട്ടൻ ചോദിച്ചൊരു ചോദ്യം, ഈ മരം ആരാണ് ഇവിടെ കൊണ്ടത് വെച്ചതെന്നാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ മരമാണ്, അത് വളർന്ന് നിങ്ങൾ പന്തലിച്ചിട്ടുള്ള ഒരു പേരമരമാണ്. പക്ഷേ ഈ മരം ആരാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതെന്നാണ്. മരം എന്തായാലും രാവിലെ കൊണ്ടുവന്നോ അല്ലെങ്കിൽ പുള്ളി സ്റ്റേജ് കിട്ടി കഴിഞ്ഞിട്ടോ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് പെട്ടെന്ന് വളർന്ന് എന്ത് ചെയ്യില്ലല്ലോ, ഇലയും കായും പോകുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ അത് ചിന്തിക്കാനുള്ള ബോധം അന്ന് പുള്ളിക്ക് ഉണ്ടായില്ല. പിന്നെ പുള്ളി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചോദിച്ചതാണ്. പക്ഷെ അത്തരത്തിൽ ഈ പറയുന്ന ലോക്കലായിട്ടുള്ള ആളുകൾ പറയുന്ന അബദ്ധങ്ങൾ പോലെ നിങ്ങൾ ഈ പറയുന്ന കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന, കോടിക്കണക്കിന് ആളുകൾ വീണ്ടും യൂട്യൂബിലൂടെ വാച്ച് ചെയ്യാൻ പോകുന്ന മാധ്യമങ്ങളിലിരുന്ന് ഇതുപോലെ പാദസേവ ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങളുടെയൊക്കെ ക്രെഡിബിലിറ്റിയെ വളരെ വളരെ കുറക്കും എന്നുള്ളത് ഖേദത്തോടുകൂടി അറിയിക്കുന്നു. അപ്പോൾ എനിക്കിനി CPM-നോട് പറയാനുള്ളൊരു വാചകം കൂടി ഉള്ളത്, രാജു പി നായർമാരെ വെറുതെ ഇങ്ങനെ സങ്കടപ്പെടുത്തരുത്. കുറച്ച് കാശൊക്കെ അടിച്ചു മാറ്റാവുന്നതാണ് എന്നുള്ളത് CPM-ൻ്റെ കേന്ദ്ര നേതൃത്വത്തെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. ബേബി സഖാവ് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു.